ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർ കണ്ടീഷണർ AC എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ച് എന്തൊക്കെ ഫങ്ഷനാണ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണർ, വീടുകളിലായിരുന്നാലും അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ ആയിരുന്നാലും ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണറിൻ്റെ ഫങ്ഷൻ എന്താണ്? എയർ കണ്ടീഷണറിൻ്റെ നമ്മുടെ AC ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റൂമിനെ തണുപ്പിക്കുക, റൂമിൻ്റെ അകത്തുള്ള എയറിനെ തണുപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് മാത്രമല്ല അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ആ എയർ കണ്ടീഷൻ ഉപയോഗിച്ച് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എയർ കണ്ടീഷൻ ഉപയോഗിച്ച് 4 ഫങ്ഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ 4 ഫങ്ഷൻസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ആദ്യത്തെ ഫങ്ഷൻ നോക്കാം. ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷണറിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എയർ പ്യൂരിഫിക്കേഷൻ. അതായത് എയറിനെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും ജേംസിനെയും വൈറസിനെയും ബാക്ടീരിയ ഒക്കെ അതിലുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റുക. ഡസ്റ്റ് പാർട്ടിക്കിൾസും ബാക്കി സ്മോക്കോ അങ്ങനത്തെ പുകയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കമ്പോണൻ്റ് ഉണ്ട് എങ്കിൽ അതിനെല്ലാം റിമൂവ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് എയർ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഫിൽട്രേഷൻ എന്നൊക്കെ പറയാം. ഈ എയർ പ്യൂരിഫിക്കേഷൻ്റെ അകത്ത് ഒരു 3-4 പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് എയർ ഫിൽട്രേഷൻ, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാനുള്ള എയർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ജേംസിനെയും ബാക്ടീരിയസിനെയും വൈറസിനെയൊക്കെ കില്ല് ചെയ്യാനുള്ള എയർ സ്റ്റെറിലൈസേഷനും എയർ അയണൈസേഷനും. നമ്മുടെ കൊറോണ വൈറസ് ഒന്നും നശിച്ചു പോകും എന്നൊന്നും പറയുന്നില്ല, പക്ഷേ എന്നാലും അല്ലാത്ത ബാക്കി സെറ്റ് ഓഫ് വൈറസിനെയും ജേംസിനെയും ബാക്ടീരിയസിനെയൊക്കെ ഈ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അയണൈസേഷൻ എന്ന പ്രോസസ്സ് കൊണ്ടൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ള ഓഡർ സെപ്പറേഷൻ. ഇത് എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ, സ്മോക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഓഡർ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോസസ്സുകൾ 3-4 പ്രോസസ്സ് ചേർന്നാണ് എയർ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയർ പ്യൂരിഫിക്കേഷനാണ് ബേസിക്കലി എയർ കണ്ടീഷണറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്, എയർ പ്യൂരിഫിക്കേഷൻ. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ടെമ്പറേച്ചർ കൺട്രോൾ എന്ന്. ഇതാണ് നമ്മൾ സാധാരണ റൂമിൻ്റെ അകത്തുള്ള തണുപ്പ് കുറയ്ക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറയുന്നത് ഇപ്പം പുറത്ത്, ഇപ്പോൾ സമ്മർ ആണെങ്കിൽ നമുക്ക് എയർ കണ്ടീഷൻ ഉപയോഗിച്ച് അതിൻ്റെ റൂമിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിനെ കുറയ്ക്കണം. അതേസമയം വിൻ്റർ സമയമാണെങ്കിൽ ഈ എയർ കണ്ടീഷൻ ഉപയോഗിച്ച് റൂമിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യണം. അത് നമുക്ക് കേരളത്തിൽ ഈ വിൻ്ററും സമ്മറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. സമ്മർ എന്ന് പറയുമ്പോൾ ഒരു 34 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, വിൻ്റർ എന്ന് പറയുന്നത് മേ ബി 27 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. എങ്ങനെ പോയാലും നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള എയർ കണ്ടീഷൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മേ ബി 18 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് കേരളത്തിലൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ല. എന്നാൽ മറ്റുള്ള നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ ആണെങ്കിൽ മേ ബി ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മേ ബി മണാലിയിൽ നിന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറുള്ള ഈ വിൻ്റർ കണ്ടീഷനിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മേ ബി 1 ഡിഗ്രി സെൽഷ്യസ് 2 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പോട്ടെ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കാം. ആ സമയത്ത് റൂമിൻ്റെ അകം ചൂടാക്കുക എന്നതാണ് എയർ കണ്ടീഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടുക എന്നും അർത്ഥമുണ്ട്, ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഹ്യൂമൻ കംഫോർട്ട് എത്രയാണോ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ എത്തുക എന്നതാണ് എയർ കണ്ടീഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം വിൻ്റർ സീസൺ ആണെങ്കിൽ റൂമിൻ്റെ അകം ചൂടാക്കുക. അപ്പോൾ ചൂടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് കോയിൽസ് അതിൻ്റെ അകത്ത് കാണും. ആ ഹീറ്റിംഗ് കോയിൽസിലൂടെ എയറിനെ കടത്തി വിടുമ്പോഴേക്കും എയർ ചൂടാവും. അപ്പോൾ ഹീറ്റിംഗ് കോയിൽസിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഈ എയർ കണ്ടീഷണർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ അകത്ത് കാണും. അപ്പോൾ അങ്ങനെയാണ് ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽസിൻ്റെ അടുത്ത് കൂടെ എയറിനെ കടത്തിവിടും. അപ്പോൾ ഇവാപ്പറേറ്റർ കോയിൽസിലുള്ള റെഫ്രിജറൻറ്റ് വഴി എയറിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് നടക്കുന്ന അതേ പ്രോസസ്സ് തന്നെ ഇവിടെ നടന്നോളും. അപ്പോൾ അതിനാണ് ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം റൂമിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിനെ കൂട്ടാനും ടെമ്പറേച്ചറിനെ കുറയ്ക്കാനും സാധിക്കും എയർ കണ്ടീഷണർ ഉപയോഗിച്ച്. അത് രണ്ടാമത്തെ ഫംഗ്ഷൻ. മൂന്നാമത്താണ് ഹ്യൂമിഡിറ്റി കൺട്രോൾ. അതായത് റൂമിൻ്റെ അകത്തുള്ള എയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കൺട്രോൾ ചെയ്യുക. ചില കേസിൽ വാട്ടർ വേപ്പർ കൂടുതൽ വേണം, അല്ലെങ്കിൽ ചില സമയത്ത് വാട്ടർ വേപ്പർ കുറച്ച് മതി. അപ്പം വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്യുക എന്നതാണ് ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് 2 പ്രോസസ്സുണ്ട്, ഡീഹ്യൂമിഡിഫിക്കേഷനും ഹ്യൂമിഡിഫിക്കേഷനും ഉണ്ട്. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്ന, ആൾറെഡി കൂടുതൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റിനെ എയറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുക. വാട്ടർ വേപ്പർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കെമിക്കൽസ് ഉപയോഗിക്കാം. ഡ്രൈയിങ് ഏജൻറ്റ്സ് എന്ന് പറയപ്പെടുന്ന കെമിക്കൽസ് ഉപയോഗിച്ച് നമുക്ക്, അല്ലെങ്കിൽ അബ്സോർബൻസ് എന്ന് പറയപ്പെടുന്ന കെമിക്കൽസ് ഉപയോഗിച്ച് വാട്ടർ വേപ്പറിനെ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ അമോണിയയൊക്കെ ഈ അബ്സോർബൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാനായിട്ട്
സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ അമോണിയൊക്കെ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ആക്ടിവേറ്റഡ് അലുമിനിയ, കാൽഷ്യം ക്ലോറൈഡ്, സിലിക്ക ജെല്ല് എന്നീ കെമിക്കൽസ് ഉപയോഗിച്ച് നമുക്ക് ഈ വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്തെടുക്കാം. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യുക, എക്സസ് ആയിട്ടുള്ള വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്ത് ഹ്യൂമിഡിറ്റി കുറയ്ക്കുക. അതിനെയാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആക്ടിവേറ്റഡ് അലുമിനിയ, കാൽഷ്യം ക്ലോറൈഡ്, സിലിക്ക ജെല്ല് എന്നീ കോമ്പൗണ്ട്സ് ഉപയോഗിക്കാം. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ആഡ് ചെയ്യുക എന്ന പ്രോസസ്സാണ്. അപ്പോൾ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് വാട്ടറിനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വാട്ടറിനെ സ്റ്റീം ആക്കിയിട്ട് അതിലോട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് ഒരുപാടുണ്ട് ഹ്യൂമിഡിഫിക്കേഷന് വേണ്ടി. വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ആഡ് ചെയ്യാവുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിൽ വാട്ടർ വേപ്പറിനെ ചൂടാക്കി ബോയിൽ ചെയ്ത് സ്റ്റീം ആക്കിയിട്ട് നമുക്ക് എയറിലോട്ട് മിക്സ് ചെയ്യാം. അതല്ല എങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് നമുക്ക് ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൺട്രോൾ ഒരു ഫംഗ്ഷനാണ്. പിന്നെയുള്ളതാണ് എയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എയർ കണ്ടീഷണർ ഒരു വാളിൻ്റെ ഒരു വാളിലായിരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫിക്സ് ചെയ്തിരിക്കുന്ന വാളിൻ്റെ അടുത്ത് മാത്രം പോരാ ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ എയർ കണ്ടീഷണറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. AC ഇരിക്കുന്ന ആ ഭാഗത്തുള്ള എയറിന് മാത്രം 20 ഡിഗ്രി സെൽഷ്യസ് ആയാൽ പോരാ, ആ റൂമിൻ്റെ അകത്തുള്ള എല്ലാ ഏരിയയിലും, ഇപ്പോൾ ഏറ്റവും ഓപ്പോസിറ്റ് എൻഡിലുള്ള ആ പോർഷനിലും 20 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കണം. ആ റൂമിലുള്ള എല്ലാ എൻഡിലും എല്ലാ കോർണറിലും ഉള്ള എയറിന്, അപ്പോൾ മുകളിലത്തെ കോർണറായിരുന്നാലും താഴത്തെ കോർണറിലായിരുന്നാലും ഏത് പോർഷനിലായിരുന്നാലും അവിടുത്തെ എല്ലായിടത്തിൻ്റെയും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കാം. 20 അല്ലെങ്കിൽ മേ ബി 21 ആയിരുന്നാലും കുഴപ്പമില്ല. നേരെ ഓപ്പോസിറ്റ് എൻഡിൽ 21 ആയിരുന്നാൽ പോലും കുഴപ്പമില്ല. 1 ഡിഗ്രി സെൽഷ്യസിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ റൂമിൻ്റെ എല്ലാ കോർണറിലും ആ സെയിം ടെമ്പറേച്ചർ, യൂണിഫോം ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ യൂണിഫോം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള റൂമിൻ്റെ അകത്തുള്ള എയർ എപ്പോഴും ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിൻ്റെ അകത്തുള്ള എയറിനെ ചെറിയ സ്പീഡിൽ, ഫാനൊന്നും ഇട്ടിട്ടല്ല, വളരെ ചെറിയ ഒരു സ്പീഡിൽ ആ റൂമിൻ്റെ അകത്തുള്ള എയർ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് യൂണിഫോം ടെമ്പറേച്ചർ ആ റൂമിൻ്റെ അകത്തുള്ള എല്ലാ കോർണറിലും യൂണിഫോം ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ഒരു സ്പീഡിൽ ആ എയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ എയർ കണ്ടീഷണറിൽ ചെറിയ ഫാൻസൊക്കെ കൊടുത്തിട്ടുള്ളത്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ചെറിയ ഫാൻസും ആ സിങ് അറേഞ്ച്മെൻറ്റും എല്ലാം എയർ കണ്ടീഷണർ കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയാണ്. അപ്പോൾ ആ സിങ് അറേഞ്ച്മെൻറ്റൊക്കെ ഉപയോഗിച്ച് ആ എയറിനെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നോർമലി അറിയാൻ സാധിക്കത്തില്ല എയർ മൂവ് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് AC മൂട്ടിൽ നിന്നാൽ മാത്രമേ മേ ബി ആ ഫാനിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷേ എന്നാലും ആ റൂമിൻ്റെ അകത്തുള്ള എയർ എപ്പോഴും ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് എയർ ഡിസ്ട്രിബ്യൂഷൻ. ആ ഫംഗ്ഷനെയാണ് എയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ 4 ഫംഗ്ഷനും കൂടെ ചേർന്നതാണ് നമ്മുടെ എയർ കണ്ടീഷണർ എന്ന് പറയുന്ന AC എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എയർ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ 4 ഫംഗ്ഷനും അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എയർ കണ്ടീഷണറായിരിക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് വൈപ്പ്. അപ്പോൾ ഇതാണ് എയർ കണ്ടീഷണറിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതായത് ആ എയറിനെ തണുപ്പിക്കുകയും ചെയ്യണം, ഡീഹ്യൂമിഡിഫൈ, അതായത് അതിൻ്റെ അകത്തുള്ള കൂടുതൽ വാട്ടർ വേപ്പർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുകയും വേണം. അങ്ങനെ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സും കൂടി നമ്മുടെ സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി 3-4 മാർക്കിന് എക്സ്പ്ലെയിൻ എയർ കണ്ടീഷനിങ് പ്രോസസ് ഓഫ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിന് എഴുതാനുള്ള ഒരു 1-2 പാരഗ്രാഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എയറിനെ തണുപ്പിക്കുക. അപ്പോൾ അതിനുവേണ്ടി യുവാപ്പറേറ്റർ കോയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ യുവാപ്പറേറ്റർ കോയിൽസിൽ കൂടെ എയർ കടന്നു പോകുമ്പോഴേക്കും അത് തണുക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഹീറ്റ് എനർജി യുവാപ്പറേറ്ററിലുള്ള ട്യൂബിൽ കൂടെ കടന്നു പോകുന്ന ആ റെഫ്രിജറൻറ്റ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് റൂമിൻ്റെ പുറത്ത് കൊണ്ട് അത് റിജക്റ്റ് ചെയ്തോളും. അപ്പോൾ അങ്ങനെയാണ് ഇത് റൂമിൻ്റെ അകത്തുള്ള എയർ കൂൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് കൂളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ അബ്സോർബൻസ് എന്ന് പറയുന്ന കെമിക്കൽസ് ഉപയോഗിച്ച് വാട്ടർ വേപ്പറിനെ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. സിലിക്ക ജെല്ല് അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ്, ആക്ടിവേറ്റഡ് അലുമിനിയ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, അമോണിയ എന്നൊക്കെ പറയുന്ന ഡ്രൈയിങ് ഏജൻറ്റ്സ് ഉപയോഗിച്ച് വാട്ടർ വേപ്പറിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് എഴുതാനുള്ള കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് എഴുതാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇത് മേ ബി 3-4 മാർക്സിന് എക്സാമിന് ചോദിക്കാം. എന്താണ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്? എസ്സേ ആയിട്ടൊന്നും ചോദിക്കത്തില്ല, ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കത്തുള്ളൂ. ഇതാണ് എയർ കണ്ടീഷണർ എന്ന് പറയുന്ന ഡിവൈസിലുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നതും പിന്നെ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്.
അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണറിൻ്റെ വർക്കിംഗ് പഠിക്കാം. ഫിഗറൊക്കെ വരച്ച് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണറിൻ്റെ വർക്കിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.